2002 പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ അക്കാഡമിയിൽ ഒരു കൗമാര താരം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. കോച്ചുമാർ പോലും അമ്പരന്നു. ഇത്രയും വേഗതയും ടെക്നിക്കും ഒരു ടീനേജറിൽ അവർ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഓരോ പരിശീലനത്തിലും അവൻ എതിരാളികളെ ഡ്രിബിൾ ചെയ്ത് കടന്നുപോയി. സീനിയർ ടീമിലേക്ക് ഉയരാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ പേരാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. 2002 പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ അക്കാദമിയിൽ നിന്ന് സീനിയർ ടീമിലേക്ക് ഉയർന്ന ഒരു യുവതാരം. അസാധാരണ വേഗത, അവിശ്വസനീയമായ ഡ്രിബ്ലിംഗ്, എതിരാളികളെ നിമിഷങ്ങൾക്കകം മറികടക്കുന്ന ആത്മവിശ്വാസം. റൊണാൾഡോ യൂറോപ്പിന്റെ ശ്രദ്ധ നേടാൻ തുടങ്ങി. 2003 സ്പോർട്ടിംഗ് ലിസ്ബണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഒരു പ്രീ സീസൺ മത്സരം നടന്നു. ആ ദിവസം റൊണാൾഡോയുടെ പ്രകടനം കണ്ടപ്പോൾ യുണൈറ്റഡ് താരങ്ങൾക്ക് പോലും അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല. മത്സരം കഴിഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ഒരേയൊരു ചർച്ച: ഈ കുട്ടിയെ നമുക്ക് സ്വന്തമാക്കണം. അല്പ ദിവസങ്ങൾക്കകം വെറും 18-ാം വയസ്സിൽ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒപ്പുവച്ചു. ആദ്യ സീസണുകളിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. കൂടുതൽ ഡ്രിബ്ലിംഗ് ചെയ്യുന്നു, ടീമിനായി കളിക്കുന്നില്ല. അതേ വർഷം തൻ്റെ ആദ്യ ബാലൺ ഡോർ സ്വന്തമാക്കി. 2008-09 സീസണിലും അദ്ദേഹം ടീമിനെ വീണ്ടും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കി. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും എത്തിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബായ റിയൽ മാഡ്രിഡ് ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നിലൂടെ റൊണാൾഡോ സ്പെയിനിലേക്ക് യാത്രയായി. അവിടെ നിന്നാണ് ഒരു ഇതിഹാസത്തിൻ്റെ അടുത്ത അധ്യായം ആരംഭിച്ചത്.